ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടെറസിന് മുകളിൽ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന കുറച്ച് വിളകളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിള തന്നെയാണ് നമ്മുടെ മുളക് ചെടിയിൽ തന്നെ പല വെറൈറ്റികൾ. നമ്മൾ ചീരമുളക്, അതേപോലെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മുളകുകൾ, ഉണ്ടമുളകുകൾ, നീലമുളകുകൾ ഒക്കെ നമുക്ക് ടെറസിന് മുകളിൽ വളരെ ഈസി ആയിട്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്തെടുക്കാവുന്ന ചെടികളാണ്. അപ്പോൾ ചെടികൾ നടാൻ വേണ്ടി നമ്മൾ ഗ്രോ ബാഗോ അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കോ ഒക്കെ യൂസ് ചെയ്യാം. സിമെൻറ്റ് ചാക്കാകുമ്പോൾ നമുക്ക് ചിലവൊന്നുമില്ലാതെ തന്നെ കിട്ടുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ ചാക്കിലാകുമ്പോൾ കുറച്ച് അധിക കാലം നമുക്ക് ഈ ചെടികൾ ആ ചാക്കിൽ നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ നല്ല വലിപ്പമുള്ള ചാക്കുകളിലൊക്കെ നമുക്ക് വലിയ ചെടികൾ വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ പയറുചെടി, അതേപോലെ വെണ്ട എല്ലാം നമുക്ക് ഇതേപോലെ ടെറസിന് മുകളിൽ കൃഷി ചെയ്തെടുക്കാവുന്ന വിളകൾ തന്നെയാണ്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗ് റെഡിയാക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗാണ്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കരിയിലകൾ, ഉണങ്ങിയ കരിയിലകൾ, അതിൻ്റെ മണ്ണ്, അതേപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റുകളൊക്കെ അഴുകി 2-3 ആഴ്ച കഴിയുന്ന സമയത്ത് അത് നമുക്ക് ഈ ഗ്രോ ബാഗിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ വേസ്റ്റ് ഇട്ട് മൂടി വെച്ചിട്ടുള്ള മണ്ണാണ്. മുകളിൽ മണ്ണിട്ട് മൂടിയതാണ്, മണ്ണും ചാണകപ്പൊടി ഇട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ ഏകദേശം 2 ആഴ്ചകളായി നമ്മൾ ഈ ഒരു പോട്ട് റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വിത്തുകൾ വെച്ച് കൊടുക്കാൻ പോകുന്നു. വിത്തുകൾ നമ്മൾ ഒന്നെങ്കിൽ മുളക് ചെടികൾ തൈകൾ മുളപ്പിച്ചതിന് ശേഷം അത് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ വിത്ത് പാകി കൊടുക്കുകയും ചെയ്യാം. ചീരവിത്തോ മുളക് വിത്തോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ ഇതേപോലെ റെഡിയാക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ വളം ചെയ്ത് നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് പിന്നീട് നല്ല ചുവന്ന മണ്ണാണെങ്കിലും കറുത്ത നിറത്തിലേക്ക് മാറുന്നതാണ്. നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ട് കഴിയുന്നെങ്കിൽ മണ്ണ് നല്ല കറുത്ത നിറത്തിലേക്ക് മാറും, നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് മാറുകയും ചെയ്യും. നല്ല വെയിലുള്ള സ്ഥലത്ത് പിന്നെ ഗ്രോ ബാഗ് വയ്ക്കാനുള്ളതാണ്. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ തൈകൾ, ഏത് തൈകളാണോ വിത്തുകളാണെങ്കിലും നമുക്ക് അതിലേക്ക് പാകി കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ പീച്ചങ്ങ, വെണ്ട, അതേപോലെ ഒരു മത്തൻ്റെ വിത്തുകൾ, ഇത്തരത്തിലുള്ള വിത്തുകളൊക്കെ നമ്മൾ പാകി കൊടുക്കാറുണ്ട്. വിത്തുകൾ പാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യം വിത്ത് പാകി മുളച്ചതിന് ശേഷം മാറ്റി നടാം. അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പാകി കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എത്ര വിത്തുകളാണോ ഒരു ഗ്രോ ബാഗിൽ വെക്കേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഗ്രോ ബാഗിൽ നമുക്ക് ഏകദേശം 3-4 വിത്തുകൾ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ചധികം വിത്തുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നനച്ച് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ചീരവിത്തുകളായാലും നമുക്ക് ഈ രീതിയിൽ പാകി കൊടുക്കാവുന്നതാണ്. ചീരവിത്തുകളാകുമ്പോൾ നമ്മൾ പാകി മണ്ണൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുളച്ച് കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ വിത്തുകൾ മുളച്ച് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ പാകി മുളപ്പിച്ചെടുത്തിട്ടുള്ള മുളക് ചെടികളാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഈ തൈകൾ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിൽ പറിച്ച് നട്ട് കൊടുക്കാവുന്നതാണ്. ഇത് പല വെറൈറ്റി ആയിട്ടുള്ള വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ്. ഇതേപോലെ പറിച്ച് നമ്മൾ നട്ട് കൊടുത്താൽ മാത്രം മതി. ഇത്തരത്തിൽ മുളക് ചെടികൾ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ 3 തൈകൾ വരെ വയ്ക്കാം. സിമെൻറ്റ് ചാക്കാണെങ്കിൽ 4 തൈകൾ വരെ നമുക്ക് വയ്ക്കാം. വലിയ ചാക്കുകളൊക്കെ ആണെങ്കിൽ അതുപോലെ 4 തൈകൾ നമ്മൾ ഈ സിമെൻറ്റ് ചാക്കുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെടിയൊന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മളെ ചീരത്തൈകളാണ്. ചീരത്തൈകൾ നമ്മൾ ചെറിയ ചട്ടികളിൽ മുളപ്പിച്ചെടുത്തതാണ്. വലിയ മുളകിൻ്റെ തൈകളാണ്. ഇത് നമുക്ക് നിലത്തേക്ക് നടാൻ വേണ്ടിയിട്ട്, മണ്ണിലേക്ക് നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടെറസിലെ ഗ്രോ ബാഗിലൊക്കെ വലിയ മുളക് ചെടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നിലത്തേക്ക് മാറ്റി നടാറാണ് ചെയ്യുക. നമുക്ക് വലിയ ചെടികളായി കഴിഞ്ഞാൽ നനയ്ക്കാനും അതേപോലെ കെയർ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നിലത്ത് കുഴിയെടുത്ത് വളം ചെയ്ത് അതിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.